മഷിക്കൂട്ട് കേരളത്തിനൊരു അനുഗ്രഹമാണല്ലോ. പുതിയ വായനകളും പുതിയ ചിന്തകളും പുതിയ കവിതകളും നമ്മളിലേക്ക് എത്തിക്കുന്നതാണ് മഷിക്കൂട്ട്. മഷിക്കൂട്ട് സഹൃദയർക്ക് വേണ്ടി പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്നതിൽ എനിക്കും സന്തോഷമുണ്ട്. എൻ്റെ പേര് സാം കോശി. ക്രൈസ്തവ സാഹിത്യ സമിതിയുടെ സെക്രട്ടറിയായി ശുശ്രൂഷ ചെയ്യുന്നു. ഏതാനും പുസ്തകങ്ങൾ വായനക്കാർക്ക് വേണ്ടി അവതരിപ്പിക്കട്ടെ. സമീപകാല യൂട്യൂബിലും ഓൺലൈനിലും ഏറ്റവും കൂടുതൽ ചർച്ചകളും സംവാദങ്ങളും നടത്തുന്ന ആളാണ് ജോർഡൻ പീറ്റേഴ്സൺ. ജോർഡൻ പീറ്റേഴ്സൺ സിസക് സംവാദം, ജോർഡൻ പീറ്റേഴ്സൺ റിച്ചാർഡ് ഡോങ്കിൻ സംവാദം ഒക്കെ നമ്മളിൽ പലരും കണ്ടിട്ടുണ്ട്. പീറ്റേഴ്സൻ്റെ 3 പുസ്തകങ്ങൾ ഇതോടൊപ്പം നമുക്ക് പരിചയം ആയിട്ടുണ്ട്. ഈ പുസ്തകം ആ സ്വീക്കലിൽ തന്നെ പെടുന്നതാണെങ്കിൽ തന്നെയും ഹീ ഹു റെസിൽ വിത്ത് ഗോഡ് എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ. ഈ പുസ്തകത്തിൻ്റെ കേന്ദ്ര പ്രമേയം വേദപുസ്തകത്തിൻ്റെ കഥകൾ മനുഷ്യകുലത്തിൻ്റെ സമ്പത്താണ്. ദ സ്റ്റോറീസ് ഓഫ് ദ ബൈബിൾ ആർ ദ റിസോഴ്സസ് ഫോർ ഹ്യൂമാനിറ്റി. മനുഷ്യകുലം വല്ലാതെ ദുഃഖിക്കുന്ന വേദനയിലേക്കും നിരാശയിലേക്കും നവസമൂഹത്തിൻ്റെ ചില ധാരകളിലൂടെ തളർന്നു പോകുന്നൊരു കാഴ്ചയിൽ അവർക്ക് ഉദ്ധാനം നൽകുന്ന കഥകൾ വേദപുസ്തകത്തിലുണ്ട് എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ കേന്ദ്ര പ്രമേയം. പഴയ നിയമ കഥകളെയാണ് പ്രധാനമായിട്ട് എടുക്കുന്നത്. പഞ്ചഗ്രന്ഥങ്ങളെയും ഇയ്യോബിൻ്റെ പുസ്തകത്തെയും യോനയുടെ പുസ്തകത്തെയുമാണ് പ്രധാനമായും പ്രതിപാദിക്കുന്നത്. മനുഷ്യജീവിതത്തെ ക്രമീകരിക്കുന്ന കഥകൾ എന്ന അർത്ഥത്തിലാണ് ഏദൻ തോട്ടത്തെ, ഫ്ലഡിൻ്റെ കഥയെ, കയീൻ ഹാബേൽ കഥയെ ഒക്കെ രേഖപ്പെടുത്തുന്നത്. നമുക്കറിയാവുന്നതുപോലെ കാൾ യുങ് ആണ് ജോർഡൻ പീറ്റേഴ്സൻ്റെ ഗുരുസ്ഥാനി. അതുകൊണ്ട് തന്നെ ആർക്കിടൈപ്പ് പോലെയുള്ള ചില സങ്കേതങ്ങൾ വളരെ വ്യക്തമായി ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഒരു നറേറ്റീവാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. ആ നറേറ്റീവുകൾക്കാണ് മനുഷ്യനെ ബലപ്പെടുത്താൻ സാധിക്കുന്നത്. അഹന്തയും ഗരിമയും താൻപോരിമയും നിറഞ്ഞ നറേറ്റീവുകൾ മനുഷ്യനെ ദുരിതത്തിലാക്കുന്നു. കണ്ടംപററി ഹ്യൂമാനിറ്റിയുടെ ക്രൈസിസ് എന്താണ്? അഹന്തയും ഗരിമയും താൻപോരിമയും അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യവും ആണ് മനുഷ്യനെ അപകടത്തിലേക്ക് കൊണ്ടുപോകുന്നത്. മറിച്ച് താഴ്മയും വിനയവും വിസ്മയവും നിറഞ്ഞ മനുഷ്യർ ഉണ്ടാവേണ്ടതിൻ്റെ ആവശ്യകത, നിരന്തരം മനുഷ്യനെ വെല്ലുവിളിക്കുന്ന ദൈവം, നിരന്തരം മനുഷ്യനെ പുതുക്കുന്ന ദൈവം, ആ ദൈവവിളിയോട് പ്രതികരിച്ച് മനുഷ്യൻ മുന്നോട്ട് പോകുവാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ ജീവിതം തന്നെ നവമായി പുതുക്കപ്പെടുന്നു. ഒരു പൂവിൽ നിന്നും പൂമ്പാറ്റ ഉണ്ടാവുന്നത് പോലെ മനുഷ്യന് നിരന്തരം പുതുക്കപ്പെടുവാൻ സാധിക്കും. അങ്ങനെയുള്ള സഞ്ചാരത്തിൻ്റെ ഉറപ്പ് നൽകുന്ന കഥകളാണ് വേദപുസ്തകത്തിലെ കഥകൾ. സ്ക്രിപ്ചറിനെ സാധാരണ നമ്മുടെ കാലത്ത് കൈകാര്യം ചെയ്യുന്ന രീതിയിൽ അല്ല, ഒരു ഹിസ്റ്റോറിക്കോ ക്രിട്ടിക്കൽ മെത്തേഡ് ഒന്നും അല്ല ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നു. കുറച്ചുകൂടെ മിഡീവൽ ടൈമിലെ അലിഗറിക്കൽ സിംബലിസം, ടൈപ്പോളജി, ട്രോപ്പോളജിക്കൽ റീഡിംഗ് ഇതൊക്കെ ചേർത്താണ്. അതുകൊണ്ട് തന്നെ വളരെ യുക്തിഭദ്രമായ മോഡേൺ ലോജിക്കിലുള്ള ഒരു റീഡിംഗ് ഓഫ് ടെക്സ്റ്റ് അല്ല ഇവിടെ. മറിച്ച് കുറച്ചുകൂടെ ആത്മനിഷ്ഠമായ ഓണ്ടോളജിക്കലായ സെർച്ചിന് മനുഷ്യനെ സഹായിക്കുന്നു. ഈ പുസ്തകം ഒരേപോലെ തന്നെ വേദശാസ്ത്ര പഠിതാക്കൾക്കും വേദശാസ്ത്ര വിമർശകർക്കും പ്രധാനമാണ്. ഒരു സൈക്കോളജിസ്റ്റായിട്ട്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ വളരെ സെക്കുലറായിട്ടുള്ള ലോകത്തിൽ സ്ക്രിപ്ചറിനെ അഫേം ചെയ്യുന്ന ഒരു ഗ്രന്ഥം എന്നുള്ളത് തന്നെ ഒരു ധൈര്യമാണ്, ഒരു പുതിയ വഴിത്താരയാണ്. ഈ ഗ്രന്ഥം തീർച്ചയായും കാലത്തിൽ അടയാളപ്പെടുത്തും. തീർച്ച